ഹായ് സ്റ്റുഡൻസ്, ബിടെക് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് കീം 2024 അപ്ലൈ ചെയ്ത കുട്ടികളും ബിടെക് ലെറ്റ് 2024 അപ്ലൈ ചെയ്ത കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കേരളത്തിൽ എത്ര എൻജിനീയറിംഗ് കോളേജസുകളുണ്ട്? ഗവൺമെൻറ്, എയ്ഡഡ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ്, അതുപോലെ തന്നെ ഓട്ടോണമസ്, സെൽഫ് ഫിനാൻസിങ് കോളേജ്, ഇത്രയും കോളേജസും അതിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്, എത്ര സീറ്റ് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ്, കേരളത്തിലുള്ള ഗവൺമെൻറ് കോളേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ഗവൺമെൻറ് കോളേജുകളാണ് ഉള്ളത്. ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരത്ത് തന്നെ 2 കോളേജുണ്ട്. CET ഉണ്ട്, ബാട്ടൺ ഹിൽ കോളേജുണ്ട്, പിന്നെ വയനാട് കോളേജുണ്ട്. 3 എയ്ഡഡ് കോളേജുകളിൽ 2 KTUവിൻ്റെ അണ്ടറിലും 1 KTUവിൻ്റെ അണ്ടറിൽ തന്നെ ഓട്ടോണമസ് കോളേജുമാണ്. ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്ന KTUവിൻ്റെ അണ്ടറിലുള്ള ഓട്ടോണമസ് കോളേജ് എയ്ഡഡ് എന്ന് പറയുന്ന TKM കോളേജാണ്. പിന്നെ MA കോളേജും അതുപോലെ NSS പാലക്കാടുമാണ് നമ്മുടെ ഉള്ള കോളേജ് എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലുള്ള കോസ്റ്റ് ഷെയറിംഗ് കോളേജ് IHRDയുടെ കോളേജുകളുണ്ട്. ഏകദേശം IHRDയുടെ കോളേജ് 11 കോളേജുകളും കേപ്പിൻ്റെ കോളേജുകളായിട്ടുള്ള ഏകദേശം 8 കോളേജുകളുമാണ് ഉള്ളത്. പിന്നെ KSRTCയിലെ ഒരു കോളേജുണ്ട്. അതുപോലെ തന്നെ വീണ്ടും വരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഒരു കോളേജുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ ഒരെണ്ണം വരുന്നുണ്ട്. അതുപോലെ ബാക്കിയെല്ലാം വരുന്നത് എന്താണ്, എൻജിനീയറിംഗ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. കാലിക്കറ്റിലും ഒരെണ്ണം വരുന്നുണ്ട്, MGയിലും ഒരെണ്ണം വരുന്നുണ്ട്. ബാക്കി എല്ലാ കോളേജസും എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജസ്. ഏകദേശം 120ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അങ്ങനെ ഇത്രയും കോളേജസാണ് KTUവിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ സെൽഫ് ഫിനാൻസിങ് തന്നെ ഓട്ടോണമസ് കോളേജുകളായിട്ടുള്ള 4 കോളേജസും ഉണ്ട്. അപ്പം ഓരോ കോളേജുകളിലും എത്ര സീറ്റുണ്ട് എന്നുള്ളതാണ് പലരുടെയും ഡൗട്ട്. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കേരളത്തിലുള്ള ഉദാഹരണത്തിന് നമുക്ക് CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എടുക്കാം. അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും 60 സീറ്റ്, 40 സീറ്റ്, 120 എന്ന് പറയുന്ന 2 ബാച്ചുള്ള കോളേജുകളാണ് 120 സീറ്റ് വരുന്നത്. പിന്നെ വേറൊരു ഡൗട്ട് വരുന്നത് വെച്ചാൽ, നിലവിൽ നമുക്ക് എത്രയൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റത്തില്ല. പകരം ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിടെക് ഓൺലൈൻ ലേണിംഗ് ആപ്പിലും അതുപോലെ തന്നെ സയൻസ് ടെക് ലേണിംഗ് ആപ്പിലും കോളേജസിൻ്റെ ലിസ്റ്റും നിലവിലുള്ള ഓരോ കോളേജസിൻ്റെ സീറ്റുകളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ കുട്ടികൾക്ക് 60 സീറ്റായിരിക്കും വരുന്നത്. ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് അതിൻ്റെ 10% സീറ്റാണ് വരുന്നത്. അപ്പോൾ അത്രയും സീറ്റുകൾ ലാറ്ററൽ എൻട്രി കുട്ടികൾക്കുണ്ടാവും. ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ 120 സീറ്റുള്ള കോളേജുണ്ട്, 75 സീറ്റുള്ള കോളേജസ് ഉണ്ട്, 90 സീറ്റുള്ള കോളേജസ് ഉണ്ട്. അതിൻ്റെ എല്ലാം 10% സീറ്റാണ് ആർക്ക് വരുന്നത്, നമ്മുടെ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് വരുന്നത്. അപ്പോൾ കീം എഴുതിയ കുട്ടികളും പേരൻസൊക്കെ ഒരുപാട് പേര് വിളിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, സാർ ഏതൊക്കെ കോളേജുണ്ട്, ഏതൊക്കെ ഓപ്ഷൻസ് വെക്കണം എന്നുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ കീം എഴുതിയ ലെറ്റ് എഴുതിയ എല്ലാ കുട്ടികൾക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലസ് നമ്മുടെ ഈ ഒരു PDF വാട്ടർമാർക്ക് ആഡ് ആക്കിയിട്ടുള്ള ഒരു PDF ഉണ്ട്. അത് നമ്മുടെ ബിടെക് ഓൺലൈനിൻ്റെ ഒരു ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. ഈ എൻട്രൻസ് എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നു. കാരണം വെച്ചാൽ ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് ചാനലിലും അതുപോലെ തന്നെ ബിടെക് ഓൺലൈൻ്റെയും അതുപോലെ യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. താങ്ക് യു.